രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. സത്യയും അജേഷും തന്റെ ക്യാബിനിൽ ഇരിക്കുവാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം പ്രസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അവർ കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സാർ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബ്ലഡ് സാമ്പിൾ കൊണ്ട് ആ ബോഡി ആരുടെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? ഇല്ല, ഒരേ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര പേരുണ്ട്. പിന്നെ അതുമല്ല, മരിച്ചവൻ ഇവിടെയുള്ളവനാണോ അതോ പുറത്തുള്ളവനാണോ എന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഉള്ളത് ആധാറിലെ കൈരേഖ വെച്ച് കണ്ടുപിടിക്കണം. പക്ഷെ വിരലുകൾ മൊത്തം ചതച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആ വഴിയും അടഞ്ഞു. ആ അജേഷ്, മിസ്സിംഗ് കേസ് ആരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല സാർ. സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അത് സാർ, ആ ലാറ്റിൻ വേർഡ് എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു പക വീട്ടാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. ഇതൊരു സീരിയൽ കില്ലർ ആയിരിക്കുമോ? അപ്പോ ഇത് ഇനിയും ഉണ്ടാകുമോ സാർ? മേ ബി ശരിയാകും. അതൊക്കെ ശരിയാവുന്ന തരത്തിലാണ് ബോഡിയിലെ അടയാളങ്ങൾ. 2 വീക്ക് ആയിട്ടാണ് ആള് മരിച്ചിട്ട്. സോ വേറെ എവിടെയോ വെച്ച് കൊന്നതിന് ശേഷം ഇന്നലെയോ അല്ലെങ്കിൽ നൈറ്റോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ആയിരിക്കും ബോഡി ഡം ചെയ്തിരിക്കുന്നത്. കൊലയാളി എത്രയും വേഗം ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ആദിവാസികൾ തേനെടുക്കാൻ വരുന്ന അയാൾക്കറിയാം. മരിച്ചവൻ വലിയ പുണ്യപ്രവൃത്തിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തൊക്കെയായാലും നമുക്ക് തലവേദന തന്നെയാണ്. ഇതൊക്കെ ചെയ്തവൻ എന്റെ കയ്യിൽ കിട്ടിയ അവന്റെ പൊടി പോലും ഡിപ്പാർട്ട്മെന്റിന് കിട്ടില്ല. ഐഷുവും അച്ചുവും റെഡിയായി. അച്ചു ഒരു നെറ്റിന്റെ ഡാർക്ക് റോസ് കളർ ചുരിദാറും ഗോൾഡൻ ലെഗിൻസും അതേ കളർ നെറ്റിന്റെ ഷാളുമാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഐഷു ബ്ലൂ കളർ നെറ്റിന്റെ ചുരിദാറും ഗോൾഡൻ ഷാൾ ആൻഡ് ഗോൾഡൻ ലെഗിൻസും. മുടി ഒരു സൈഡിലേക്ക് വിടർത്തിയിട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും മറ്റു മേക്കപ്പുകളൊന്നുമില്ല. ഒരു ചെറിയ കല്ലിന്റെ പൊട്ടും അച്ചുവിനെ നെറ്റിയിൽ എന്നത്തെയും പോലെ ചന്ദനക്കുറിയുമുണ്ട്. ഓരോ ജോഡി കമ്മലും ഒരു വളയുമാണ് ഇരുവരും ഇട്ടിരിക്കുന്നത്. ഐഷു, റെഡിയായോ? ആ എടാ, എല്ലാം എടുത്തല്ലോ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എല്ലാം എടുത്തിട്ടുണ്ട്. ദേ, എന്നാ ഇറങ്ങാം. ഇരുവരും ഫ്ലാറ്റ് പൂട്ടി ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി. പയ്യ, എന്താ? ഈ DK കമ്പനി എവിടെയാ? കുറെ നടക്കാനുണ്ടോ? അതോ, ഈ ഗേറ്റ് കടന്ന് ഇടത്തേക്കുള്ള വഴി കൂടി ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. കമ്പനിയുടെ ഫ്രണ്ടിലെത്തും. അല്ലെങ്കിൽ ഇവിടെ ക്യാബ് ഉണ്ട്, അതിൽ പോയാൽ മതി. ടൈം നോക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ പയ്യ, താങ്ക് യു. എന്താടാ? ഐഷു വന്നതും അച്ചു ചോദിച്ചു. ഇടത്തേക്ക് പോയാൽ മതി എന്നാ സെക്യൂരിറ്റി പറഞ്ഞത്. 10 മിനിറ്റ് നടത്തേ ഉള്ളൂ. എന്നാ വാ. രണ്ടുപേരും കയ്യും പിടിച്ച് സംസാരിച്ച് നടന്നു. രണ്ടുപേരും കമ്പനിയുടെ ഫ്രണ്ട് ഗേറ്റിലെത്തി. ഓ, എന്ത് വലിയ കമ്പനിയാ! ഐഷു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് ആ റിസപ്ഷനിൽ പോയി ചോദിക്കാം. നീ പോയി ചോദിക്കാം, ഞാൻ ഈ സോഫയിലിരിക്കാം. അച്ചു തലയാട്ടിക്കൊണ്ട് നേരെ റിസപ്ഷനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് മാഡം, അച്ചു ഭവ്യതയോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ക്യാൻ ഐ ഹെൽപ്പ് യു? അത് ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. അച്ചു കയ്യിലുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവർക്ക് കൊടുത്തു. ഓക്കെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. കുറച്ചു പേരും കൂടെ ഉണ്ട് വരാൻ, അവരോട് വന്നിട്ട് വിളിക്കാം. ഓക്കെ. അച്ചു നേരെ ഐഷുവിന്റെ അടുത്തേക്ക് പോയി. എന്തു പറഞ്ഞു? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ചു പേരും കൂടി ഉണ്ടെന്ന്. കുറച്ച് മിനിറ്റ് കൊണ്ട് തന്നെ അച്ചുവും ഐഷുവും ഇരിക്കുന്ന ക്യാബിൻ നിറഞ്ഞു. കുറച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചൊരു 10 പേരെ ഉണ്ടാവുന്നു. ഇതിപ്പോ 25 പേര് കൂടുതലുണ്ടല്ലോ അച്ചു. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഇടി ഐഷു, അങ്ങോട്ട് നോക്കി. ഇവൾക്കിത് എന്ത് പറ്റിയാവോ? വേറൊന്നുമല്ല, നമ്മുടെ ധന്യയെ കണ്ടുള്ള സംസാരമാണ്. അവളുടെ കൈ ആരോ തല്ലി ഒടിച്ചിട്ടുണ്ട്. അതാ. വലത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. ധന്യ ഇവരെ കണ്ടത് പുച്ഛിച്ചുകൊണ്ട് നേരെ എതിർവശത്തിരുന്നു. അത് കണ്ട ഐഷു അവളെ പല്ല് കടിച്ചു നോക്കി. ഇവളെ ഇന്ന് ഞാൻ കൈ ഒടിഞ്ഞിട്ട് അഹങ്കാരത്തിനൊരു കുറവുമില്ല. അച്ചു അവളെ കണ്ടത് നേരെ ഐഷുവിനെ നോക്കി. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അച്ചു, അവളുടെ കൈ ഒടിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നീ ഇങ്ങനെ എന്നെ സംശയിക്കല്ലേ. സത്യം, ഞാൻ അവൾക്കൊരു പണി കൊടുക്കാൻ പോയി എന്നുള്ള നേരം. പക്ഷെ എനിക്ക് മുമ്പേ അവൾ റോട്ടിൽ വീണു. ഏതൊരു കാർ വന്നിടിച്ചതാ. സത്യം മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് നേരി കണ്ടപ്പോ ഒരു സന്തോഷം കിട്ടി. അവളുടെ മുഖം ഒന്ന് കാണണം. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ നീ നേരിട്ട് കണ്ടാൽ മതിയെന്ന് തോന്നി. പറഞ്ഞ ഈയെ പറ്റി കിട്ടില്ലല്ലോ. അച്ചു ഒന്ന് ചിരിച്ചു. അച്ചുവും ഐഷുവും കൂടി കൂടെയുള്ള കുട്ടിയോട് സംസാരിക്കുമ്പോഴാണ് മാനുവൽ വരുന്നത്. ഹായ് അച്ചു, ഐഷു. ഹായ് മനു. നിങ്ങൾ എങ്ങനെ എപ്പോ എത്തി? ഇന്നലെ ഒരു 5-6 മണിയായിട്ടുണ്ടാവും അല്ലേ അച്ചു? അതെ. നീയോ? ഞാനും ആ ടൈമിലെത്തി. നിങ്ങൾ എവിടെയാ താമസം? എടാ, ഞങ്ങളിവിടെ DK ഫ്ലാറ്റ്. അവിടെയാ. നീയോ? ഞാനും എവിടെയാ, 4th ഫ്ലോർ D9. അപ്പൊ ഒരു കൂട്ടായി. ഞങ്ങൾ 2nd ഫ്ലോർ B12. നീ നടന്നാണോ വന്നേ? അതെ, കൂടെ 2 പേരും ഉണ്ട്. ഈശ, കാർത്തി, ഇങ്ങോട്ട്
ദൂരെ നിന്ന് സംസാരിക്കുന്നു രണ്ട് ചെറുപ്പക്കാരെ മനു വിളിച്ചു. എന്താടാ? എടാ ഇവരാണ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ കോളേജിൽ നിന്ന് രണ്ടുപേരും കൂടി ഉണ്ടെന്ന്. ഇത് അച്ചു, ഐഷു. ഓ സോറിഡി. അഹല്യ, ഐശ്വര്യ, കാർത്തിക്, കിഷോർ. ഇരുവരും കൈകൾ കൊടുത്ത് പരിചയപ്പെടുത്തു. അല്ല ഐഷു, നിങ്ങളുടെ ശത്രുവിന് എന്തു പറ്റി? കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടല്ലോ. അറിയില്ലടാ, ഞങ്ങളും ഒന്നാ കാണുന്നേ. എന്തായാലും നല്ല കണിയാ കണ്ടത്. എല്ലാവരും സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് റിസപ്ഷനിലെ പെൺകുട്ടി വരുന്നത്. സൈലൻസ് പ്ലീസ്. ഞാൻ പേര് വിളിക്കുന്നു. കാത്രിന്റെ കൂടെ പോണം. ബാക്കിയുള്ളവർ എന്റെ കൂടെ. ഐശ്വര്യ കൃഷ്ണകുമാർ, അഹല്യ രാമകൃഷ്ണൻ, ധന്യ ശേഖർ, കൃതിക, മാനുവൽ ജോയ്, കാർത്തിക് സജീവൻ, കിഷോർ കുമാർ, ആൻമരിയ മാർട്ടിൻ, ഗീതാഞ്ജലി ഗോവിന്ദൻ. അത്രയും പേർ. കാത്രിന്റെ കൂടെ 3rd ഫ്ലോറിലോട്ട് പോയിക്കോളൂ. ബാക്കിയുള്ളവർ എന്റെ കൂടെ വരൂ. അങ്ങനെ 3rd ഫ്ലോറിലെത്തി. എല്ലാവരും MDയുടെ റൂമിന് മുമ്പിൽ നിൽക്കുകയാണ്. ഗൈസ്, എല്ലാവരും നോക്കിയേ. ഞാൻ കാത്രിൻ. ഞാനാണ് ഇവിടുത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. പിന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. അത് നിങ്ങൾ അകത്ത് കയറുമ്പോൾ സാറ് പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ നിലയിലാണ്. 1st ഫ്ലോർ അക്കൗണ്ട് സെക്ഷൻ ആണ്. 2nd ഫ്ലോർ സെയിൽസ് സെക്ഷൻ ആണ്. ഇത് 3rd ഫ്ലോർ. ഇവിടെ നമ്മുടെ കമ്പനി ഷെയർ ഹോൾഡേഴ്സുമായി മറ്റും നടത്തുന്ന മീറ്റിംഗ് ആൻഡ് കമ്പനി ഓണേഴ്സ് റൂം ഒക്കെ. പിന്നെ അവരുടെ PAയുടെയും. മറ്റുള്ളവർക്ക് ഇവിടെ പ്രവേശനമില്ല. പിന്നെ 4th ഫ്ലോർ അത് മാർക്കറ്റിംഗ് സെക്ഷൻ ആണ്. 5th ഫ്ലോർ എന്ന് പറയുന്നത് പാർട്ടിയൊക്കെ നടത്തുന്ന ഹാളാണ്. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? എല്ലാവരും തലയാട്ടി. ആ ഓക്കെ, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ബാക്കി നിങ്ങളുടെ പൊസിഷനൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ മാഡം. ഇയാൾക്ക് എന്താ പറ്റിയേ? ധന്യോട് ചോദിച്ചു. ആക്സിഡന്റ് പറ്റിയതാ മാഡം. ഓക്കെ. ഓരോരുത്തരുടെയും പേര് വിളിക്കും, അതിനനുസരിച്ച് പോയാൽ മതി. ഇവിടെ ഇരുന്ന് അധികം സംസാരിക്കാൻ നിൽക്കരുത്. സാറെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കരുത്. ഓക്കെ മാം. ഓരോരുത്തരെ വിളിച്ചു തുടങ്ങി. ആദ്യം ധന്യ ശേഖർ, പിന്നെ കൃതിക, കാർത്തിക്, മാനുവൽ, കിഷോർ, ആൻമരിയ, ഗീതാഞ്ജലി. ഇത്രയും പേരെ വിളിച്ചു. ഐഷു അച്ചു മുഖത്തേക്ക് നോക്കി. നമ്മൾ വിളിച്ചില്ലല്ലോ. എടി അച്ചു, എന്തോ പറയാൻ വന്നത്. കാത്രിൻ വിളിച്ചു. ഐശ്വര്യ, എടാ ഞാൻ പോയിട്ട് വരാവേ. അച്ചുവിനോട് പറഞ്ഞിട്ട് ഐഷു റൂമിലേക്ക് കയറി. ഐഷു ഇറങ്ങിയതും അച്ചുവിന്റെ പേര് വിളിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അഹല്യ, താൻ അകത്തേക്ക് കയറിക്കും. ഇനിയിപ്പോ താൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വന്നാൽ മതി. 2nd ഫ്ലോർ. ബാക്കി എല്ലാവരും എന്റെ കൂടെ വാ. ഐഷു അച്ചുവിനോട് കണ്ണുകൊണ്ട് പറഞ്ഞു പോവാന്ന്. അവരുടെ പിറകെ പോയി. അച്ചു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയത് അവിടെ ആരെയും കണ്ടില്ല. അവൾ ആ ക്യാബിന് ആകമാനം ഒന്ന് നോക്കി. ഫുൾ വൈറ്റ് നിറത്തിൽ തീർത്ത മുറിയാണ്. എല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്നു. നടുക്കായിട്ടാണ് ടേബിൾ. അതിന്റെ മുകളിൽ ഒരു ലാപ്ടോപ്പും ഉണ്ട്. ടേബിളിന്റെ ഒരു വശത്ത് ഒരു ചെയറും അതിന്റെ ഓപ്പോസിറ്റ് 2 ചെയറുമാണുള്ളത്. അതിന്റെ പുറകുവശത്തെ ഷെൽഫിൽ ഫയലുകളും ബുക്കുകളും ട്രോഫികളും അടുക്കി വെച്ചിട്ടുണ്ട്. ഇടതുവശത്ത് മാത്രം ഒരു ഗ്ലാസ് വാളാണ്. പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. ഇരിക്കാം, അവളൊന്ന് ചിന്തിച്ചു. അപ്പോഴേക്ക് വലതുവശത്തെ ഒരു ഡോർ തുറന്നു ദ്രിവിഷ് വന്നു. ആ സോറിടോ, ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയതാ. അതിനവളൊന്ന് ചിരിച്ചതേ ഉള്ളൂ. എടോ ഇരിക്കടോ. അവൾ ആ കസേരയിലിരുന്നു. തനിക്കിപ്പോ കാലി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഫീലിംഗ് ബെറ്റർ. അന്ന് തന്നെ ഡാൻസിനെ പറ്റി പറയാനുള്ള സന്ദർഭമായിരുന്നില്ല. എനിവേ സൂപ്പർ ആയിരുന്നു ഡാൻസ്. താൻ എത്ര കൊല്ലമായി ഡാൻസ് പഠിക്കുന്നു? ഞാൻ 4 വയസ്സ് മുതൽ പഠിക്കുന്നതാ. ഓക്കെ, നമുക്ക് വർക്കിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. അവളൊന്ന് തലയാട്ടി. തന്റെ പോസ്റ്റ് CAയുടെ PA ആണ്. സാറിപ്പോ ഇവിടെ ഇല്ല. ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് US-ലാണ്. സാറ് വരുന്നത് വരെ അഹല്യക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക്. പിന്നെ ഇതിലൊന്ന് സൈൻ ചെയ്യണം. വായിച്ചു നോക്കിയിട്ട് മതി. അവൻ അതെടുത്ത് അവൾക്ക് കൊടുത്തു. അച്ചു വായിച്ചു നോക്കി. കമ്പനി റൂൾസ്, പിന്നെ 6 മാസത്തെ എഗ്രിമെന്റ്, അതൊക്കെയാണ്. പിന്നെ ഒരു ബ്ലാങ്ക് പേപ്പർ വെച്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ട് സംശയം തോന്നിയ അച്ചു ജിഷുവിനെ മുഖമുയർത്തി നോക്കി. അത് ഇവിടുത്തെ സ്റ്റാഫ് ഏതെങ്കിലും ഒരു രീതിയിൽ കമ്പനി റൂൾസ് തെറ്റിച്ചുള്ള പണിഷ്മെന്റ് ആണ്. കമ്പനി തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിച്ചോളാം എന്ന സാക്ഷ്യപത്രം. സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. സൈൻ ദ റെസ്റ്റ് ഓഫ് ദ പേപ്പർ. ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്തു കൊടുത്തു. ഇതെല്ലാം ക്യാമറയിൽ കണ്ടവന്റെ കണ്ണുകളൊന്ന് കുറുകി. ആഗ്രഹിച്ചത് തന്റെ അരികിലെത്തിയതിന്റെ ക്രൂരമായ ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞു. സൈൻ ചെയ്ത പേപ്പേഴ്സ് ദൃശ്യുവിന് കൈമാറി. ഓക്കെ ദെൻ, അഹല്യ പൊയ്ക്കോളൂ. വർക്കിന്റെ കാര്യങ്ങളെല്ലാം കാത്രിൻ പറഞ്ഞുതരും. ബാക്കി സാറ് വരുമ്പോ പറയും. താങ്ക് യു സർ. അവൾ എഴുന്നേറ്റ് ഡോറിന്റെ അടുത്തേക്ക് നടന്നു. 1 മിനിറ്റ് അഹല്യ. സർ. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു. അഹല്യക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ ദെൻ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യണം. മീറ്റിങ്ങിനെ വിദേശത്ത് പോകേണ്ടി വരും. അത് സാർ എനിക്ക് മനസ്സിലായി. അഹല്യക്ക് ഇവിടെ സ്ഥലമൊന്നും അറിയില്ലെന്നല്ലേ? ഡോണ്ട് വറി, വർക്ക് കഴിയുമ്പോ ഇങ്ങോട്ട് വന്നാൽ മതി.
ഞാനെല്ലാം ചെയ്തു തരാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. അവൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എല്ലാവരും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് കാര്യമായി എന്ത് തിരയുന്നതാണ്. ഇതിപ്പോ എന്താ? അച്ഛൻ നേരെ ഐഷുവിന്റെ അടുത്തേക്ക് പോയി. ഐഷു, ആ നീ വന്നോ? അല്ല, നിങ്ങളൊക്കെ എന്താ നോക്കുന്നേ? എടി, ആ പുട്ടിപ്പണ്ടാരം ഞങ്ങക്ക് പണി തന്നിട്ടാ പോയത്. 2 വർഷത്തെ സെയിൽസ് റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ. ആണോ? നിനക്കും ഉണ്ട്. ഇതേ അവിടെ ഫയൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടേ കാണിക്കണം. ഈവനിങ്ങിൽ കാണിക്കണമെന്നും പറഞ്ഞു പോയിട്ടുണ്ട് പുട്ടിഭൂതം. എന്താ മോളെ ഒരു ദേഷ്യം? പിന്നെ ദേഷ്യം വരാതിരിക്കുവോ? നീ ആ MD-യുടെ റൂമിലേക്ക് പോയതിനു ശേഷം ആ കുട്ടി എന്നെ കാണിക്കാൻ വേണ്ടി ഒരു പുച്ചിക്കലി, അതുകൊണ്ട് വിറഞ്ഞു കയറി വന്നതാ. ഒരു ടെപ്പി പെയിന്റ് പാട്ടെ മുങ്ങി നിൽക്കുക. നീ ചിരിക്കടി. അത് വിടയിച്ചു, അവർ ഇവിടുത്തെ ഹെഡ് അല്ലേടി. നീ ഇങ്ങനെ ഒരു അയ്യോഭാവം അയക്കോ? എന്താ അവിടെ ഒരു സംസാരം? ഓ, വരുന്നുണ്ട് പുട്ടിഭൂതം. നത്തിങ് മാം, അച്ചുവിന് പറഞ്ഞു കൊടുത്തതാ. സംസാരിക്കാതെ തന്ന വർക്ക് ചെയ്യാൻ നോക്കും. ഓക്കെ മാം. കണ്ട അവളൊരു പുച്ചിക്കലി. നീ വർക്ക് ചെയ്യാൻ നോക്ക്. ഒന്ന് മൂളിക്കൊണ്ട് വർക്കിലേക്ക് തിരിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിയായതും ഐഷു വിളിച്ചു. അച്ചു, കഴിഞ്ഞു നിന്റെ? ഇല്ലടാ, ഒരു 50% കഴിഞ്ഞു, ബാക്കി കൂടെ ഉണ്ട്. നിന്റെയോ? എനിക്ക് കുറച്ചുകൂടെ ഉള്ളൂ. വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ട് വരാം. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടേ വയറ് അമ്മക്ക് വിളിച്ചു തുടങ്ങി. എടാ, മനുവിന് വിളിക്കണ്ടേ? അത് മറന്നു. എടാ മനു, ഞങ്ങൾ ക്യാൻറ്റീനിൽ പോവാ, നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ നടന്നോ, ഞങ്ങൾ വന്നോളാം. അച്ചുവും ഐഷു നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. അവിടെ ചെല്ലുമ്പോ കാണുന്നത് ടേബിൾ എല്ലാം ഫുള്ളാണ്. ഇനി എവിടെ ഇരിക്കും? അച്ചു. എന്താ മക്കളെ അവിടെ തന്നെ നിൽക്കുന്നേ? ക്യാൻറ്റീനിലെ ചേട്ടൻ. അത് ചേട്ടൻ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. അതാ. ആര് പറഞ്ഞു? ഇതേ ബാക്ക് സൈഡിൽ കുറെ ഒഴിവുണ്ട്, അങ്ങോട്ടിരുന്നോ. ആ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഐശ്വര്യ, ഹായ്. ഗീതു, നിങ്ങൾ നേരത്തെ പോന്നോ? ഞങ്ങൾ നേരത്തെ പോന്നടാ. ഇത് എവിടെ ഇരിക്കടാ, സ്ഥലമുണ്ട്. അച്ചു, നമുക്ക് ഇവിടെ ഇരിക്കാം. അവന്മാര് വരുമ്പോ ചെയർ എടുത്തിട്ട് ഇരിക്കാൻ പറയാം. ഹായ്, എന്താ പേര്? ഗീതുവിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയോട് അച്ചു ചോദിച്ചു. ആൻമരിയ. നിങ്ങൾ ഏത് ഫ്ലാറ്റിലാ? 12B ആണോ? അപ്പൊ നമ്മൾ ഒരേ ഫ്ലാറ്റിലാണല്ലോ. അതെ. അല്ല, എന്നാ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. പിന്നെന്താ, നീ വന്നോ മുത്തേ? അല്ല, നീ അപ്പൊ ഏത് ഫ്ലാറ്റിലായിരുന്നു? അപ്പോ ഞാൻ ആ കയ്യൊടിഞ്ഞ കുട്ടിയില്ലേ, അതിന്റെ കൂടെ ആയിരുന്നു. എന്തൊരു ജാടയോ അഹങ്കാരമാണ്. അവള് ഞങ്ങളുടെ അവിടുത്തെ MLA-യുടെ മകളാണ്, അതാണ് അവൾക്ക് ഇത്രക്ക് അഹങ്കാരം. നിങ്ങൾക്ക് എങ്ങനെയാ അവളെ പരിചയം? അവള് ഞങ്ങളുടെ കൂടെ കോളേജിൽ ഒരേ ക്ലാസ്സിലാണ്. പിന്നെ അവിടെ മുതലുള്ള എല്ലാ കഥകളും ഐഷു പറഞ്ഞു. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ അച്ചു? ഇതെല്ലാം കേട്ട ഗീതു ചോദിച്ചു. അതിന് മറുപടി ഒന്നോണം അച്ചു ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഐഷു, എത്തിയല്ലോ പടകള്. മനുവിനെ നോക്കി ഐഷു പറഞ്ഞു. എടി, നീയൊക്കെ ഫുഡ് ഓർഡർ കൊടുത്തില്ലേ ഇതുവരെ? ഇല്ല, നിങ്ങളും കൂടി വന്നിട്ട് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. 3 പേര് കസേര ഇങ്ങോട്ട് എടുത്തിട്ടിരിക്കും. ചേട്ടാ, ഏടി ബിരിയാണി പോന്നോട്ടെ. ശരി മോളെ, അവര് ബിരിയാണി കഴിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളവരേക്ക് ഒന്ന് പരിചയപ്പെടാം. ഗീതാഞ്ജലി, അച്ഛൻ ഗോവിന്ദ്, അമ്മ ശാരദ. 2 മക്കളാണ്. ഒന്ന് ഗീതു, രണ്ടാമത്തെയാൾ മീനാക്ഷി. സ്ഥലം പാലക്കാടാണ്. ഒരു സാധാരണ കുടുംബം. ആൻമരിയ മാർട്ടിൻ, അച്ഛൻ മാർട്ടിൻ ജോസഫ്, അമ്മ ട്രെസ. ഒരു ചേട്ടൻ ആദം ജോസഫ്. പിന്നെ ഇവളും ഒരു ബിസിനസ് കുടുംബമാണ്. കോട്ടയം അച്ചായത്തി. അടുത്ത് കിഷോർ കുമാർ, അച്ഛൻ സതീശൻ, അമ്മ സുഭദ്ര. ഒരു അനിയത്തിയുണ്ട്, ഭദ്ര, പാലക്കാടാണ്. അടുത്ത് കാർത്തിക് സജീവൻ, അച്ഛൻ സജീവൻ, അമ്മ സാവിത്രി. ഒറ്റ മകൻ, ഇവരും പാലക്കാടാണ്. അടുത്ത് മാനുവൽ ജോയ്, അച്ഛൻ ജോയ്, അമ്മ മേരി. ഒരു ചേട്ടനുണ്ട്, ഡേവിഡ്, തൃശ്ശൂരാണ് സ്ഥലം. ബിരിയാണി കഴിച്ചു കഴിഞ്ഞ അവർ നേരെ സ്വന്തം സീറ്റിലേക്ക് വന്നു വർക്ക് ചെയ്യാൻ തുടങ്ങി. 4 മണിയായപ്പോഴേക്കും എല്ലാവരും അവരവരുടെ വർക്കൊക്കെ ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കി നേരെ കാതറിന്റെ ക്യാബിനിലേക്ക് പോയി. മേ ഐ കം ഇൻ? യെസ്. എല്ലാരും കൂടെ അകത്തേക്ക് കയറി. എന്താ എല്ലാരും കൂടെ? അത് മാം, റിപ്പോർട്ട് കാണിക്കാൻ. അവിടെ വെച്ചിട്ട് പോക്കോ. പിന്നെ നാളെ മുതൽ നിങ്ങൾ പഞ്ച് ചെയ്യണം. കിരൺ, അകത്തേക്ക് വരൂ. കാതറിൻ ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മാം, എടോ, ഇവർക്ക് നാളെ മുതൽ പാസ് കൊടുത്തേക്ക്. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിട്ടോ. പിന്നെ നിങ്ങളോട്, നാളെ 8:30-ക്കാണ് ഓഫീസ് ടൈം. ലേറ്റ് ആയി വരണമെന്നില്ല. ലേറ്റ് ആയതിന് ഒരു എക്സ്ക്യൂസ് പോലും പറയാൻ ഇവിടെ വരരുത്. യെസ് മാം. എല്ലാം ചെയ്തു കഴിഞ്ഞു ഓഫീസിൽ നിന്നിറങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു. ഇതേ സമയം മറ്റൊരിടത്ത്. എന്തായി ജോൺ, അവർ സൈൻ ചെയ്തോ? നോ സർ. പുട്ട് ഇറ്റ് ഓൺ സ്പീക്കർ. ഹലോ വില്യം, നിനക്ക് ഞാനൊരു ചാൻസ് തരാം.
ഒന്നെങ്കിൽ നീ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് ഏറെ പ്രിയപ്പെട്ടവ നഷ്ടപ്പെടുത്തുക. വാട്ട് ഈസ് യുവർ ഡിസിഷൻ? എന്നെ കൊന്നാൽ ഞാൻ സൈൻ ചെയ്യില്ലടാ. നിന്നെ കൊല്ലാനും നിന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കാനും എനിക്കറിയാം. ബട്ട് എനിക്ക് നീയായി തന്നെ സൈൻ ചെയ്ത് തരണം. ബിക്കോസ് നിന്റെ കണ്ണുകളിൽ ഇപ്പോഴുള്ള ഒരു പുച്ഛമില്ലേ, അത് മാറി ഭയം ഉണ്ടാവണം. അതാണ് എന്റെ ലഹരി. Then your time is up. Now it's my time. സ്റ്റീഫൻ, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? സർ, ജസ്റ്റ് 2 meter. ജോൺ, ആ മോണിറ്റർ മിസ്റ്റർ വില്യമിന് നേരെ വെക്കൂ. അവൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നഷ്ടമാവുന്നൊന്ന് കാണട്ടെ. വില്യം രണ്ടുപേരെയും സംശയത്തോടെ നോക്കി. ഒന്നും മനസ്സിലായില്ലല്ലേ? യു ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഒരു 4-5 വയസ്സുള്ള ആൺകുട്ടി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ്. നോ നോ മോൺസ്റ്റർ, പ്ലീസ്. ഭയം കൊണ്ട് ശരീരം വിറച്ചു. വേഗം തന്നെ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്തു. മോൺസ്റ്റർ, ഞാൻ പേപ്പേഴ്സിൽ സൈൻ ചെയ്തു. ഇനി എന്റെ മോനെ വെറുതെ വരണം പ്ലീസ്. അവനൊന്നും അറിയില്ല. അയാൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഞാൻ നിനക്കൊരു ചാൻസ് നൽകിയിരുന്നു വില്യം, പക്ഷെ അത് നീ വെറുതെ വിട്ടു. നിന്റെ മകൻ. ഹോ മൈ ലിറ്റിൽ പ്രിൻസസ്, ഗുഡ് ബൈ, റെസ്റ്റ് ഇൻ പീസ്. സ്റ്റീഫൻ, ഷൂട്ട് ദ ഹെഡ്, അവൻ പറയും. അതോടൊപ്പം വെടിയച്ച് കേട്ടു. നോ യു ബ്ലഡി മോൺസ്റ്റർ. അയാൾ തന്റെ മകന്റെ ചേതനേറ്റ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞു. നിന്റെ കരച്ചിൽ കണ്ട് സഹതാപം കൊള്ളാൻ ഞാൻ ഹീറോയല്ല, ഐ ആം ദ വില്ലൻ. തുടരും.